ഗസയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടസംസ്കാര ചടങ്ങ് നടന്ന ദിവസമായിരുന്നു ഇന്നലെ. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തകർന്നു തരിപ്പണമായ ഒരു വലിയ കോൺക്രീറ്റ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മാസങ്ങൾക്കു ശേഷം പുറത്തെടുത്ത 112 മനുഷ്യരുടെ ഭൗതിക ശരീരങ്ങളാണ് ഇന്നലെ മറവു ചെയ്തത്. സ്ത്രീകളും കൊച്ചു കുട്ടികളുമടങ്ങിയ 112 ജീവനുകൾ. അബൂശാരിയ, ഹുസൈന എന്നീ 2 കുടുംബങ്ങളിലെ ചോരയും നീരുമായ മനുഷ്യർ 2023 നവംബർ 22 ആ കറുത്ത ദിവസത്തിൽ പെയ്തിറങ്ങിയ ബോംബ് മഴയിലാണ് ഇവരെല്ലാം എരിഞ്ഞടങ്ങിയത്. മാസങ്ങളോളം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ആ നിർഭാഗ്യവാന്മാരുടെ ശരീരം 2 ആഴ്ചകൾ നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുക്കാനായത്. പലസ്തീൻ പതാകകൾ പുതപ്പിച്ച പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ട് വിങ്ങിപ്പൊട്ടുകയാണ് ആ നാടിപ്പോൾ. 44 കുരുന്നുകൾ, 38 അമ്മമാർ, ഭിന്നശേഷിക്കാരായ 7 മനുഷ്യർ. കണ്ണീരോടെയല്ലാതെ വായിച്ചു തീർക്കാനാവില്ല ഈ കണക്കുകളൊന്നും. മാസങ്ങളോളം മല പോലെ കിടന്ന അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് എത്താൻ പോലും ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെയും സിവിൽ ഡിഫൻസിന്റെയും കരങ്ങൾ ചേർന്നാണ് ഈ ദുഷ്കരമായ ദൗത്യം പൂർത്തിയാക്കിയത്. പ്രിയപ്പെട്ടവർക്ക് ഒരു പിടി മണ്ണും അർഹമായ ഒരു കബറും നൽകാൻ ആ ജനതയ്ക്ക് കഴിഞ്ഞു. ആ ചടങ്ങ് ഒരുപക്ഷെ ആ കുടുംബങ്ങൾക്കും ചെറിയൊരു ആശ്വാസം നൽകിയേക്കാം. എങ്കിലും ഗസയുടെ മണ്ണിൽ ഇനിയും കണ്ടെത്താനാവാതെ അവശിഷ്ടങ്ങൾക്കിടയിൽ അടയാളങ്ങളില്ലാതെ കിടക്കുന്ന ആയിരക്കണക്കിനു മനുഷ്യജീവനുകൾ ബാക്കിയാണ്.